ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ കറി മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് ചേട്ടൻ പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അതാണ് എടുക്കുന്നുണ്ട്. കറി മാത്രം വെച്ചത്. അപ്പം മുട്ടക്കറി വെക്കാനായിട്ടാണ് 2 സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പൊളിക്കണം. സവോള തൊടുമ്പോൾ തൊട്ടേ അജിത ചേച്ചി പറഞ്ഞ പോലെ കണ്ണിൽ കൂടെ കുടുകൂടാന്ന് കണ്ണുനീര് വരും കേട്ടോ. പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയും. ചില നേരത്തെ നമ്മൾ പൊളിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച സവോള ആണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും ചില സമയത്ത് നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. നമ്മൾ ഈ ടിപ്സ് ഒക്കെ കാണിക്കും കേട്ടോ, ഞാനാണെങ്കിലും കാണിക്കും. പക്ഷെ നമ്മൾ ധൃതി വെച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു സവോള എടുത്ത് പൊളിച്ചു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊന്നും സമയം കിട്ടത്തില്ല. പിന്നെ എന്നായിരുന്നു, വീട്ടമ്മമാരെന്ന് പറയുമ്പോഴേ ഭയങ്കര തിരക്കല്ലേ. ഷോൾ ഇടുന്ന കാര്യം എന്നോട് ശിവാനിയും എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. അടുപ്പിൻ്റെ ഇവിടെയും സൂക്ഷിച്ച് നിൽക്കുന്നത്. വലിയ ഇതായിട്ട് നമ്മൾ ഒത്തിരി ഗ്യാസിൻ്റെ അങ്ങോട്ട് ചേർന്ന് നിൽക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട. പിന്നെ ശിവാനി പറഞ്ഞ സത്യമാണ്, മിനിഞ്ഞാന്ന് ഞാൻ തീക്കകത്തെടുത്ത് ഇട്ടപ്പോഴത്തെ അവസ്ഥയായിരുന്നു. കാര്യം ഇത്രയും കൈയുള്ള ചുരിദാറിന്റെ ടോപ്പ് ഇങ്ങനെ കൈ ഇതായിട്ടുള്ളത് ആടുമ്പോഴത്തേക്കാണ് എനിക്ക് ഇഷ്ടം. ജയചേച്ചി പറഞ്ഞ പോലെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വീഡിയോയിലൊന്നും വരണ്ട, വീട്ടിൽ കൂടെ നമുക്ക് നടന്നാൽ മതി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട്. പിന്നെ ആശ്വാസം കിട്ടും. ഭയങ്കര ചൂട്. ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല അടിപൊളി മഴയായിരുന്നു. ഒരു 10 മണിക്ക് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, നിർത്താതെ പെയ്യുമായിരുന്നു. ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു. എന്നാലും നല്ല മഴയായിരുന്നു, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ എല്ലാവർക്കൊക്കെ മഴയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടോ. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട്. കണ്ണന് വെച്ചൊക്കെ എൻ്റെ കൂടെ കൂടിയ ഒരോളം വന്നേ. നമുക്കതിനും ഇവര് നമ്മൾ കൊടുക്കുന്നതിന് തിരിച്ചന്നേരം അത് നമുക്ക് മറുപടി തരും. നല്ല കട്ട മറുപടി തരും. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് അവരോട് പറയാനും തോന്നും. കണ്ണൻ്റെ ഒക്കെ ചില സമയത്ത് വയല വർദ്ധനൊക്കെ എടുത്ത് തോന്നും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കും തോന്നും. സംസാരിക്കാൻ തുടങ്ങിയ ഭയങ്കര കമ്പനിയാണ്. അപ്പം ടി വി ഫോണും ഒക്കെ ഞാൻ അത്യാവശ്യം അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് അഡിക്റ്റ് ആകാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒത്തിരി നേരമൊന്നും അവർക്ക് ഫോണും ഇതൊന്നും കൊടുക്കാത്തത്. അത്യാവശ്യം എൻ്റെ ആരായിരുന്നു പറഞ്ഞവരുടെ പേരൊക്കെ ഞാൻ പറയാം. എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയാം. കാര്യം ഇച്ചിരി മറന്നു പോകുന്നത്. നമ്മൾ ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ എനിക്ക്, അതുകൊണ്ട് പെട്ടെന്ന് മറന്നു പോകും. കഴിഞ്ഞാൽ തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചതാണ്. ഈ അടുപ്പിലിരിക്കുന്ന ഇപ്പുറത്തെ അടുപ്പ് ഇത് കത്തിക്കേണ്ടതിന് പകരം ഓണാക്കി വെച്ച് ഞാൻ ഇതേലിട്ട് ലൈറ്റിട്ട് അടിക്കുക. എവിടെ കത്താൻ, ഇവിടെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചില സമയത്ത് ഭയങ്കര ബോധവും ഓർമ്മയൊക്കെ. അതുകൊണ്ട് ഞാൻ എല്ലാ പേരും ഒക്കെ നോക്കിയിട്ടൊക്കെ പറയാം. വേണ്ട, സവോള കണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരുമാതിരി ഇതുപോലെ ഇരിക്കുന്നു. പിന്നെ എന്നായിരുന്നു, അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെ മുട്ടക്കറിയൊക്കെ, കണ്ണൻ ട്യൂഷന് പോയി, ചേട്ടനും അച്ഛനും കൂടെ വീട്ടോട്ട് പോയി, അച്ഛൻ്റെ അടുത്തോട്ട് പോയി, അച്ഛനെ കാണാണ്ട് പോയി. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കറി റെഡിയാക്കണം. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇനി നമ്മുടെ വിഷു ഒക്കെ ഇങ്ങനെ അടുത്തല്ലോ അല്ലേ. വിഷുവിനൊക്കെ കണി വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ആഘോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുപോലാണ്. പിന്നെ വെച്ചാൽ മുസ്ലിംസിൻ്റെ ആഘോഷങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഹിന്ദുസിൻ്റെ എന്ന് പറയുമ്പോൾ ചേട്ടനോടോ ഇവിടെ വീട്ടിലൊക്കെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ദൈവം എല്ലാം ഒന്നല്ലേ അല്ലേ. ആകെപ്പാടെ ഒരു ചെറിയ ജീവിതമാണ്. ആഘോഷിക്കാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിച്ചേക്കണം. അല്ലാതെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചേച്ച് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടും ഇല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഫേക്കാണ് ഫാമിലി. കാര്യം എല്ലായിടത്തും നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരു വീടും ഇല്ല. എന്നയിലൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടെന്നെങ്കിൽ പിള്ളേരുടെ കാര്യം, ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം, ഇല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റെന്നയിലൊക്കെ പ്രോബ്ലം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാവർക്കും എന്നയിലൊക്കെ പ്രശ്നങ്ങൾ കാണും കേട്ടോ. ഈ പറയുന്ന എനിക്കും ഉണ്ട്, എൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കിട്ടുന്ന സമയം സന്തോഷിക്കുക, അതേ ഉള്ളൂ. വയ്യാഴിക എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളത് ചെയ്യാതെ നമ്മൾ സന്തോഷിക്കുക. എല്ലാവരും ഒരു പരിപാടി കാണാൻ വരുന്ന എന്നത്തിനാവും, സന്തോഷിക്കാൻ വരുന്നില്ല. ഞാനാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്കും ഒരു സന്തോഷം, അതിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ആഘോഷങ്ങളാക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ പൊങ്കാല ഇപ്രാവശ്യമാണ് വിഷുവിൻ്റെ അന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എന്നാവും, ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. രാവിലെ
സൂര്യഭഗവാനുള്ള പൊങ്കാലയാണ്. അപ്പോൾ വെളുപ്പിന് വേണം ഇടാനായിട്ട്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പൊങ്കാല ഇടണം. അപ്പോൾ അങ്ങനെ അതുണ്ട്. വിഷുവിന് കണി വെക്കണം. എല്ലാം കൂടെ ആയിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുക ഇപ്പോഴും. എന്നാണ് എല്ലാം കൂടെ ഒക്കെ ഒന്ന് തട്ടിക്കൂട്ടി ചെയ്യണം. അപ്പം ഞാൻ ഈ സവോളയൊക്കെ ഒന്ന് അരിയട്ടെ, അരിഞ്ഞ് കറി വെക്കട്ടെ, എന്നിട്ട് കഴിച്ചേച്ച് പിന്നെ എന്തൊക്കെ കണ്ണനൊക്കെ വരുമായിരിക്കും. നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള വീഡിയോസൊക്കെ കാണാമേ. എന്നോടിപ്പം എല്ലാവരും പറയുന്നുണ്ട് ഷോള് മാറ്റിക്കാൻ. എനിക്കല്ല ഇന്ന് തൊട്ട് ഞാൻ ഷോള് മാറ്റാൻ തീരുമാനിച്ചിട്ടാ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ വെറുതെ ഇനി എല്ലാവരും പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ അതിൽ ഓർക്കല്ലേ. അവരെല്ലാം അത്രയും സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചില്ലല്ലോ എന്നൊരു ഇത് വേണ്ട. തോർത്താകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് മുഖമൊക്കെ തുടയ്ക്കുകയും ചെയ്യാം. ഷോൾ കൊണ്ട് തുറക്കുമ്പോഴത്തേക്ക് അത്രയും കൊണ്ട് ഇതാകുന്നില്ല കേട്ടോ. തോർത്താൻ ഒരു നനഞ്ഞ് തോർത്താകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് മുഖമൊക്കെ തുറക്കുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്. അപ്പം ഞാൻ ഒട്ടും തോർത്ത് മുഖം തൂക്കാനായിട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സവോളയൊക്കെ വഴറ്റി അവർ വന്ന് പോയിട്ട് പെട്ടെന്ന് കറി റെഡിയാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കാണാമേ. കണ്ണമ്മോൻ വന്നു ട്യൂഷൻ കഴിഞ്ഞ്. വിശക്കുന്നില്ലടാ, എന്നോട് എത്രയും താമസിച്ചേ പറയടാ. നിന്റെ പൈസ ഉണ്ടായിരുന്നോ? പിന്നെ പൈസ ഇല്ല, നീ എന്നതിനാടാ പോയത്? നീ ഒരു 20 രൂപ കഴിച്ച് സ്വന്തത്തോട്ട് പോയില്ലായിരുന്നു, അതുണ്ടായിരുന്നോ കയ്യില്? കള്ളം പറഞ്ഞു. 1 രൂപ പോലും ഇല്ലായിരുന്നു എന്റെ. അതിനെ പൈസ ഒന്നും ഇല്ലാതെ പോയെ? വേർത്ത് കുളിച്ചല്ലോ, ഉടുപ്പൂല്ലോ. അയ്യോ നനഞ്ഞേക്കും നിന്റെ പൊന്നു കാണാൻ. നീ അച്ഛനെ കണ്ടില്ല, വെറുതെ അല്ല അച്ഛൻ എന്നിട്ട് അച്ഛന്റെ പുറകെ ഓടി. എങ്ങോട്ട്? ഞാൻ ട്യൂഷൻ അവിടെ നടന്ന് നമ്മുടെ ഈ മെയിൻ റോഡിനകത്തോടെ ഇറക്കില്ലേ, അവിടെ ആയപ്പോ അച്ഛൻ അങ്ങോട്ട് പതിയെ പോയി. അച്ഛൻ തിരികെ അച്ഛൻ അങ്ങോട്ട് പുറകെ ഓടി. ഓടിയിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിർത്തുമായിരുന്നു. സാധാരണ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിർത്തുക. അവിടെ ചെന്നപ്പോ പതിയെ പിന്നെ തിരിച്ചു അച്ഛാന്ന് വിളിക്കത്തില്ലായിരുന്നു. പിന്നെ വിളിക്കണ്ട. അതിനവന് ഫോൺ ഉണ്ടായിരുന്നോ? ഫോൺ തന്നു. ഇത്തിരി ആവശ്യമുള്ള ഫോണാണ്. എന്നാ വെച്ചാ ഒന്നും കൂടെ വീഡിയോ ഓഫ് ചെയ്യാം. ഉടുപ്പൂരുമല്ലേ ചപ്പതം വന്നു. ഇവിടുന്ന് ചപ്പതം വന്നു. എന്നത് ചപ്പിച്ച് എന്നെ ചപ്പതോ. നേരം വെളുക്ക, അടുക്കളയിൽ കയറുക. അടുക്കള കയറത്തില്ല, ഇവിടെ ഇരിക്കും. ഞാൻ കൊണ്ടുവരുന്ന കട്ടക്കാപ്പ് കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പല്ല് തേക്കുക, കാര്യങ്ങളൊക്കെ നടത്തുക. എല്ലാം കഴിഞ്ഞേച്ച് വെച്ച് വല്ലതും തിന്നുക. വീണ്ടും ഇത് തന്നെ സിറ്റുവേഷൻ. മോളെ എണീറ്റ് പോ അവിടുന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഭരിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. അവനിപ്പോ അവന്റെ നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ പോയിട്ടില്ലേ അച്ചു? പെൺകുട്ടികള് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വീട്ടിൽ വിളിച്ചു പറയും, ദേട്ടെ നിങ്ങളുടെ മോൾ അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ടെന്ന്. ആമ്പിള്ളേരാകുമ്പോ ആരും വിളിച്ചു പറയാ. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടേ? നീ വരാതിരിക്കും. ഞാനിവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവൻ ഇതുവരെയായിട്ടും വന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അടി കൊടുക്കണം അവനിട്ട്. കണ്ണാ നീ അടി പേടിക്കും കേട്ടോ. നിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ മതിയോ? കണ്ണം പേടിച്ച് കരയുന്നടി. എൻ്റെ തോർത്തിങ്ങെടുത്തേ മകളെ. ഏണ്ട് കിടക്കുന്നടി, നീ സെറ്റി കിടപ്പുണ്ട്. എന്നാ അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ തോർത്ത്? എനിക്കിതാച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ അതിലെ സ്വഭാവം. എന്നാ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നാ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കൊച്ചാന്നറിയാം. ഇന്നലെ കണ്ട ഞാൻ മുടിയൊക്കെ ചീകി പൂ വെച്ചെന്ന്, മുടിയൊക്കെ ചീകി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കി എടുത്ത്. ഇന്നോ ഇങ്ങോട്ട് നോക്കിയടി, പൊട്ടുമില്ല, മുടി ചീകിയിട്ടില്ല. പോയി മുടിയൊക്കെ ചീകി റെഡി സുന്ദരിയാകും പെണ്ണേ. അടി പഠിക്കുന്നേ, അടിക്കട്ടെ നിന്നെ രാവിലെ. തോർത്ത് തരാൻ പറ്റും, നീനെ തരാത്തെ? അയ്യോ ഇനി ആ തോർത്ത് ഒന്നിനും കൊള്ളുകയല്ല. കഴിഞ്ഞ ദിവസം കണ്ണൻ അരിഞ്ഞു തന്ന കിഴങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ, അത് എടുത്തില്ല, നമ്മൾ അതുപോലെ വെച്ചതേ ഉള്ളൂ. ഇന്ന് അത് വെക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം അല്ലേ, ഇന്നലെ. അപ്പം അത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ നീ രാവിലെ അത് വൈകിട്ടത്തേക്ക് വേണം ചപ്പാത്തിക്ക് കറി എടുക്കാൻ അല്ലേ? എന്നെ മെഴുക്കോട്ട് വെക്കുന്നു. പച്ചക്കറി ഇരിക്കുന്നുണ്ട്. പച്ചക്കറി ബിരിയാണി. ഇതാണ് ബിരിയാണിയോടൊക്കെ ഇഷ്ടം.
ബിരിയാണിയൊക്കെ ഇപ്പൊ കഴിക്കുള്ളോ? ഇന്ന് നേരത്തെ എന്തോന്നു കേട്ടോ മഴ ചാറുന്നുണ്ട് വെളിയില്. പിന്നെ കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ വേവിച്ച് ഉരുളൻകിഴങ്ങ് എടുത്തില്ലായിരുന്നേ. അപ്പൊ അത് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. അത് വെന്തിരിക്കുകയാണ്. അതിനുള്ള അരപ്പും കൂടെ ഒക്കെ അരച്ചെടുക്കണം. ചോറ് അരി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചേട്ടൻ വരണം, മീൻ വരണം, വെക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഇതിനുള്ള ചതച്ചൊക്കെ എടുക്കട്ടെ. കാലാവസ്ഥയ്ക്കൊക്കെ എന്നതോ ഒരു മാറ്റം കേട്ടോ. വെയിലുണ്ട്, എന്നാലും മഴ ചാറുന്നുണ്ട്. വെയിലും മഴയും കാട്ടിലെ കുറുക്കൻ്റെ കല്യാണം എന്നല്ലേ കുഞ്ഞിലെയൊക്കെ പറയുന്നത്. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ പറയുമായിരുന്നു, വെയിലും മഴയും വന്നാൽ കാട്ടിലെ കുറുക്കൻ്റെ കല്യാണമെന്ന്. വെയിലുണ്ടെന്നാലും നല്ലപോലെ കേട്ടോ. ഈ നമ്മുടെ കിഴങ്ങ് തോരൻ വെക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ അതിന് ചേർക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കിഴങ്ങ് വെച്ചപ്പം കാണിച്ചായിരുന്നല്ലോ. മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കിഴങ്ങ് സവോളയും പച്ചമുളകും ഉപ്പും ഇട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്ത് വെറുതെ കണ്ടോ എല്ലാം കഴിച്ചു വന്നാ. എന്നിട്ട് പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞ് കഴിക്കുന്ന കേട്ടോ. എന്താ എന്നോട് പറഞ്ഞു അവൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ അവൻ ഗോഷ്ടി കാണിച്ചുകൊണ്ട് കഴിക്കുന്നു. അവൻ ഗോഷ്ടി കാണിച്ചാൽ അമ്മക്കല്ല പറ്റിയല്ലേ. ചൂട് എനിക്ക് സഹിക്കാൻ പോയേ, ഞാൻ ചത്തു പോവാണേ. കടലിലാണോ അതോ കല്ലുന്നു മെല്ലിത്താഴുമ്പോ ഇവരെന്താ ഇങ്ങനെ പഠിപ്പിച്ചത്? മാണിക്യച്ചപ്പതാ. മാണിക്യച്ചപ്പ് നീ എങ്ങനെ പാടുന്നു? നീ എങ്ങനെ പാടുന്നു? പാടുവോ? കഴിഞ്ഞ ദിവസം ആരൊക്കെ പറഞ്ഞ് പാവം കൊച്ചിനെ കൊണ്ട് ജോലി ഏൽപ്പിച്ചിട്ട് കുറ്റം പറഞ്ഞെന്നെയാണ്. കൊച്ചിന്റെ കയ്യിലിട്ട് ആർക്കും അറിയത്തില്ലല്ലോ. ഞാൻ ഉച്ചന് കടയിൽ പോകുന്നുണ്ട്, വരുന്നോ നീ? അപ്പൊ എന്റെ കൂടെ കടയിൽ പോകാൻ വരാൻ പോലും ആരുമില്ല ഇപ്പൊ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ എന്നാ തിന്നാനായിട്ടാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പൈസ ഇല്ല, ഞാൻ പാവം പിടിച്ച. എന്റെ അച്ഛന്റെ പൈസ ഇല്ല, പക്ഷെ എന്റെ പൈസ ഇല്ല. അമ്മ കല്യാണം കഴിക്കണ്ടല്ലേ? എന്നിട്ട് എന്റെ അച്ഛൻ കേട്ടോ? എന്നാ നീ അച്ഛൻ പറയാതെ അമ്മയെ ഒഴിവാക്കാൻ പറ. കൊടുത്തേക്കോണോ? എന്നിട്ട് പുതിയ അമ്മ എവിടുന്നാ വരുന്നേ? എടാ അത് പുതിയ അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല, അച്ഛന് പുതിയ ഭാര്യയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിന്റെ അമ്മ ഞാനായിരുന്നു ആണ്, നിന്നെ പ്രസവിച്ച ഞാനില്ല, അപ്പൊ ഞാനായിരിക്കും എന്നും നിന്റെ അമ്മ. അപ്പൊ നിനക്ക് എങ്ങനെയാ നിനക്ക് പുതിയ അമ്മയെന്ന് പറയാൻ പറ്റും? നിന്നെയൊക്കെ വളർത്തി ഇത്രയും കൊണ്ടുവന്നപ്പോ നിന്നെയൊക്കെ മനസ്സിൽ പെണ്ണതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയടാ. സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ അച്ഛനോട് പറയുന്ന പറയാൻ. നീയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന എന്നാന്നറിയോ? ആകാശമീ കേൾക്കാം ഭൂമി ചെവിതരിക, ഞാൻ മക്കളെ പൊറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
പൊളിച്ച് കളയുക അപ്പൊ എന്തോ ചൂടതീമേ വേർത്തൊഴുവാട്ടോ. അമ്മയുടെ കൈ കാട്ടാം. ആയിക്കോട്ടെ. മറ്റേ ഇങ്ങനത്തെ പൊട്ടിക്കത്തില്ലേ, ഇതൊരു പൊട്ടിക്കുക നശിപ്പിക്കണോന്നേ ഉള്ളൂ. ചെറിയ അമ്മയുടെ ഇത്ര വലിയ കൈയ്യ. നിന്നെ പ്രസവിച്ചതിന് ശേഷം എന്റെ കൈ ഇങ്ങനെ കൈക്ക് കൈ മാത്രമാണ് ഈ ചുണ്ട് അങ്ങനെ. ഇഷ്ടപ്പെട്ടില്ല. അത് കറി വെക്കാനാടാ. അടി മേടിക്കും നീ എന്റെ കുർത്തക്കേട് കാണിച്ചോളൂ. ആ കൂമ്പാരം പറയണത് ഞാൻ പറഞ്ഞതെല്ലാം ഇതൊക്കെ പറയൂടാ കേട്ടോ. നിനക്ക് ദീപാവലിക്ക് അതേപോലെ കത്തിക്കാൻ തോന്നും എന്റെ മുടി. പൂത്തിരി അതിന്റെ തുമ്പത്തായിരുന്നു കൊടുത്തത്. ഇങ്ങനെ കച്ചത്തി നാളെ വിഷുവിന് കൊടുത്ത ഇപ്പൊ പറയുന്ന എന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്റെ തലമുടിയുടെ അടിയിൽ ഞാൻ ഇങ്ങനെ ഒരു എന്നാ പുഴു പോലത്തെ സംഭവം കെട്ടിയിട്ടുണ്ട്. എന്നാ ചുരുണ്ട മുടിയാണേ. ഇതിങ്ങനെ കേറി കേറി വരുന്നതിനാണ്. എന്നതാണ് അതിനിവ പറയുക വിഷുവിന്റെ അത് കത്തിക്കാൻ വെച്ചേക്കുന്നതാണത്. അതിന്റെ അടിയിൽ ഇങ്ങനെ തീ കൊളുത്തിയാൽ മതി. ഭൂന്നും പറഞ്ഞ് അത് പൊക്കോളൂന്ന്. നീ രൂപയുടെ വെച്ചിരുന്നു. അത് എന്റെ തലക്കാണോ നീ വേറെ പറയുന്നത്? എന്നെയും കൂടെ തെറ്റിക്കും പാടുന്നത്. ഒന്നാമതേ പാടുന്നത് പക്ഷെ മൊത്തം തെറ്റാ. കൂടെ അവരും അക്ഷരത്തിന്റെ മൊത്തം കൂടെ തരും. അമ്മയ്ക്ക് എന്റെ പാട്ടൊന്നും അറിയില്ല. തക്കാളിക്ക് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ ആ കിഴങ്ങ് വെച്ച പാത്രം തന്നെ കഴുകിയൊക്കെ എടുത്തു. ഉള്ള പാത്രം മൊത്തം നിരത്തി കഴിഞ്ഞാൽ പെണ്ണ അത് ശരിയാക്കും. അവളാ കഴുകുന്നതെന്നും പറഞ്ഞോണ്ട്. ഭരണവും കണക്ക് കുറച്ചിലും ഭരണവും വെള്ളം തന്നെ തണുത്തോളം കുടിച്ച് എത്രയും പണി ചെയ്യുന്നേ. നീ അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അവളെ ചെയ്യണം. നിനക്ക് ജോലി ചെയ്യാൻ നേരമില്ലല്ലോ. നീ ഇപ്പൊ വലിയ ആളായി പോയില്ലേ. ശരി അച്ചാച്ച. ഇനി തക്കാളിക്ക വേണം. ചോറ് ഇനി ഊറ്റണം. മീൻ എന്തെങ്കിലും പീസാക്കിക്കൊണ്ട് വരട്ടെ. അയ്യോ ഞാൻ കുടിയൊക്കെ വരികെട്ടി വെക്കാൻ പോയി. എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ ചൂട് സഹിക്കാൻ. നമ്മുടെ തക്കാളിക്കറിക്ക് തേങ്ങായും ഒരു ഇച്ചിരി ജീരകവും ഇച്ചിരി ചുവന്നുള്ളി ഒരു ഊമിരിക്ക കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരച്ചാണ്. ഇങ്ങനെയാണ് ഇതിനൊക്കെ എത്ര ചിരി. ചിരിക്കും എനിക്കറിയാം. വെറുതെ ഇവിടുന്ന് പാത്രം കഴുകുന്നുണ്ടേ. ഭയങ്കര ചിരി, ഭയങ്കര കിണിയോട് കിണി. ചിക്കൂട്ടന്റെ ബർത്ത്ഡേ ഇടണം. ചിക്കൂട്ടന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇടണം. ഇല്ലേടാ
മക്കളാ തോർത്ത കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ കുളിക്കാൻ നനയ്ക്കാൻ ഇല്ലാത്ത ആ ഒരു ഫോട്ടോകളെ ഞാൻ എടുത്ത് തരും. ആണോ? ഇടണേ, മറക്കരുതേ, എന്നിട്ട് വേണം ഫേമസ് ആകാൻ. നമ്മുടെ തക്കാളിക്കാക്കറിക്ക് കടുക് വറക്കാനാണ്. നമ്മുടെ കൊച്ച് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു. ഇത് ഏതാ കടുക് നിങ്ങൾക്കറിയാവോ? ഇത് നമ്മൾ ഇവിടെ നട്ട് സെറ്റാക്കി വെക്കണമല്ലോ. നമ്മള് ഇവിടെ നട്ട കടുകില്ലേ, അത് പറിച്ച് ഉണക്കി എടുത്തില്ലായിരുന്നോ? ആ കടുകാണേ. കുറച്ചൊക്കെ അതിന്റെ തണ്ടും അതൊക്കെ ഉണ്ട്. ആ കടുകായിരുന്നു. പൊട്ടുപോ നോക്കട്ടെ. നമ്മൾ നട്ട കടുകും പൊട്ടുപോന്നൊന്നും അറിയണ്ടേ. കുഞ്ഞിക്കടുകാണ്. പൊട്ടുന്നില്ലേ? പൊട്ടുകടുക. അയ്യോ, പൊട്ടിയില്ല ഇതുവരെയായിട്ട്. ആ, പൊട്ടി തുടങ്ങി. ഞാനോട്ട് ഈ പൊട്ടത്തില്ലായിരുന്നു. ആ, അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മുളകും ഉള്ളിയും കൂടെ ഇട്ടു. ഇനി അതിലേക്ക് ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കണം. മീനും കൂടെ വറുത്താൽ ഇനി ചോറ് കൊടുക്കാം. നമ്മുടെ സ്വന്തം പറമ്പിലെ സ്വന്തം കടുക്. ഭയങ്കര സൗണ്ട്. ഇതുണ്ട്, ഈ കടുക് വറക്കുമ്പം അതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ മുകളിൽ കിടക്കും. അപ്പം നമുക്ക് ഈ മഞ്ഞ കളർ മാത്രമായിട്ട് തോന്നുകയില്ല. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ റെഡിയായി. ഇനി എല്ലാവരും ചോറിനാനായിട്ട് തുടങ്ങുവാണ്. അപ്പം നമ്മുടെ മീൻ വറുത്തതും തക്കാളിക്കറി പിന്നെ ഉരുളൻകിഴങ്ങ് തോരനും ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറിയൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉച്ച വരെയുള്ളതൊക്കെ ഉള്ളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും കൂടെ ഒക്കെ പറയാനും കൂടെയാണ് ഞാനും കണ്ണേട്ടനും കൂടെ വന്നിരിക്കുന്നത്. കണ്ണേട്ടൻ ആ പടം അലമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വരാൻ പറ്റുമെന്ന് വന്നൊന്നുമില്ല കേട്ടോ. ഭയങ്കര മോശമായിട്ട് പറയും. ഈച്ചോട് നീ അവിടെ കട്ടൻ കിടന്നത് തന്നെയാണ് വെട്ടം മങ്ങി ഇതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നിട്ട് പ്രീത ഹരിയെ, പുതിയ ആളാണ്. ഞാൻ ഇതുവരെ കമൻറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണോ ആദ്യമായിട്ട് കമൻറ്റ് ഇട്ടാണോ നടത്തില്ല. എന്നാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. കമൻ്റ് ഒക്കെ ഇട്ട് കേട്ടോ. പ്രീത ഹരി എന്നാണ് പേര് വന്നിരിക്കുന്നത്. അപ്പം കണ്ണൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ നല്ല സൂപ്പർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഇവർ ഈ പേപ്പർ എടുക്കുക, ഞാൻ എഴുതി വെച്ചില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല. എല്ലാവരും മറന്നു പോകും ചിലപ്പോൾ. ഇത്രയൊന്നും ഓർത്തിരിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അരമ്മയുടെ ബുദ്ധിയാണ് എനിക്ക്. ഇങ്ങനെയാണ് ഞാൻ മിണ്ടത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇല്ല കൂടെ കേട്ടോ. ഇങ്ങനെയാണ് ഇല്ല. പിന്നെ നമ്മുടെ ശ്രീലത മനോജ് പറഞ്ഞായിരുന്നു കുറച്ച് നേരമൊക്കെ ഇവർക്ക് TV കൊടുക്കണം, ഫോണ് കൊടുക്കണം, കണ്ണം പഠിച്ചോളും എടുക്കണമെന്നൊക്കെ. TV കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. കണ്ടോ? അപ്പം ഞാൻ TV കൊടുക്കുന്നില്ല എന്ന് പറയല്. ഞാൻ TV കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, ഒരു ആവശ്യത്തിന് മിച്ചവും കാണും. പിന്നെ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്നെ ഇട്ട് കരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ സ്വഭാവം തന്നെ വീട്ടിലും. പിന്നെ എമ്മി കിച്ചൻ പറഞ്ഞിട്ടുണ്ട്. അച്ചിക്കുട്ടൻ നല്ല സുഖം. ഒത്തിരി പേര് പറഞ്ഞിട്ട്. എമ്മി കിച്ചൻ മാത്രമല്ല, എമ്മി കിച്ചൻ. ആ, പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പൊട്ട് തൊട്ടപ്പോൾ സുന്ദരിയായി. പിന്നെ ആരായിരുന്നോ, എനിക്കൊന്ന് ശിവാനിയാന്ന് തോന്നുന്നു, മുടി പുറകോട്ടൊന്ന് ചീകി. അതോ ശ്രീദേവി ചേച്ചിയാണോ എന്നതിൽ ആരും ഒരാൾ പറഞ്ഞിട്ട് മുടി പുറകോട്ടൊന്ന് ചീകി. അങ്ങനെ ഒന്ന് ഹെയർ സ്റ്റൈൽ നോക്കണം, അച്ഛന് ചേരും എന്നുള്ള. അന്നേരം ചുമ്മാ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛനൊരു ചക്കരയുമ്മയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എമ്മി കിച്ചൻ അച്ഛൻ തിരിച്ചൊരു ചക്കരയുമ്മ തന്നിട്ടുണ്ട്. പിന്നെ ഹേമ സുരേഷ്, ശരിയാ ഹേമ സുരേഷ് പറഞ്ഞേക്കുന്നത് ശരിയാണേ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ ഞാനുണ്ടല്ലോ ഒരുക്കായി അച്ഛനെ എല്ലാം കണ്ണനെയൊക്കെ ഒരുക്കുമായിരുന്നു കുഞ്ഞിലെ. അച്ഛനെ ഒരുക്കാനൊക്കെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് തരുമായിരുന്നു.
വലുതായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ പൊട്ട് തൊടുന്നവർക്ക് കുറ്റം, കണ്ണെഴുതുന്ന കുറ്റം, മുടി കെട്ടുന്ന കുറ്റം, കുറ്റം ഒരു ദാപ്പൊന്ന് ചെറുതായിട്ടുണ്ടായി പോയടേ. എല്ലാം കുറ്റങ്ങളാണ്. അച്ഛൻ ഈ പറഞ്ഞ തന്നെ ഐലൈനർ കൊണ്ട് കണ്ണിൻ്റെ മേളുവശം എഴുതും, ഒരു കുഞ്ഞ് കടുകുമണി പോലത്തെ ഒരു പൊട്ടും തരും. അതാണ് എപ്പോഴും ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊട്ട് കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഇച്ചിരി വലിയ പൊട്ടൊക്കെ തൊട്ട്. അങ്ങനെയാണ് എനിക്കിഷ്ടം. അവർക്കത് ഇഷ്ടമല്ല. പിന്നെ കഴിഞ്ഞ ദിവസം എന്നതോ പുറത്തോട്ടൊന്നും പോകുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പൊട്ട്. എൻ്റെ മോള് അല്ല പൊട്ടൊക്കെ ഒന്ന് തൊടാൻ സമ്മതിച്ചു. ഇവിടെ ഇരുന്ന് ഈ ബുക്കെ മൊത്തം കുത്തി വരയ്ക്കുക ഒരു പേനായും കൊണ്ടിരുന്നു. എന്നെ ചെയ്യാൻ ഇതിനൊക്കെ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.